ശ്രീല, പൊതുവെ മാധ്യമ പ്രവർത്തകരോട് ഏതെങ്കിലും രാഷ്ട്രീയക്കാർ, അതായത് പിണറായി വിജയനല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കർക്കശ ഭാവത്തിൽ എന്തെങ്കിലും പെരുമാറിയാൽ ഉടനെ തന്നെ മാധ്യമ വിചാരണയും മാധ്യമ പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും KUWJ പ്രസ്താവനകളും പ്രതിഷേധവും എല്ലാം ഉണ്ടാകാറുണ്ട്. ഇതിനു മുൻപ് പലതും നമ്മൾ കണ്ട സുരേഷ് ഗോപി ഉൾപ്പെടെ പലർക്കുമെതിരെ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമ പ്രവർത്തകരോട് വളരെ രൂക്ഷമായ രീതിയിൽ ഒന്ന് പ്രതികരിച്ചായിരുന്നു. അപ്പൊ അതിനെതിരെ പ്രകടമായ രീതിയിൽ മാധ്യമ പ്രവർത്തകരോ KUWJ ഒന്നും തന്നെ പ്രതികരിച്ചു കണ്ടില്ല. അതെന്താ? സുരേന്ദ്രനെ ഇവർക്കെല്ലാം ഭയമാണ്? സുരേന്ദ്രനെ ഭയമായിട്ടല്ല പ്രീതെ. ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. വിജയനെ പോലുള്ളവർ കടക്ക് പുറത്തുനിന്ന് ആക്രോശിക്കുമ്പോഴും ചവിട്ടി ആട്ടിപ്പുറത്താക്കുമ്പോഴും ഒരക്ഷരം മിണ്ടാതെ KUWJ ഓച്ചാനിച്ച് നിർത്തുന്ന നമ്മൾ കാണുന്നതാണ്. അപ്പോ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോ ആണെങ്കിൽ KUWJ റിലീസ് ഇറക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാലോ എന്തൊക്കെ പറഞ്ഞാലോ ഒക്കെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ KUWJ എന്ന് പറഞ്ഞാൽ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് എന്നുള്ളതാണ്. അത് ഈ ഓൺലൈനിലധികം പ്രാതിനിധ്യമില്ലാത്ത സംഘടനയാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടങ്ങളൊക്കെ ആയതോടുകൂടി, സോഷ്യൽ മീഡിയ ഒക്കെ വളർന്നതോടുകൂടി പത്രവും അല്ലെങ്കിൽ ചാനലുകളും ഒക്കെ അറിഞ്ഞാൽ പോലും ഒരു പ്രശ്നവും ഇല്ലാത്ത അവസ്ഥയെത്തി. നമുക്ക് ഫേസ്ബുക്കിലൂടെ പോലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നു. അതായത് ഓരോ ജനങ്ങളുടെയും ഓരോരുത്തരും ഓരോ വാർത്താ താരങ്ങളായോ അല്ലെങ്കിൽ ഒരു വാർത്താ ന്യൂസ് മേക്കറുകളായോ ഒക്കെ മാറാനുള്ള സംവിധാനമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് KUWJ മറന്നു പോകരുത്. അവിടെയാണ് KUWJ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഏതാണ്ട് ഒരു 2-3 മാസത്തിലുള്ള 10-ലധികം റിലീസുകൾ ഇപ്പോ അവര് ക്ഷമ പറയണം, ഇവര് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. 10-ലധികം റിലീസുകളായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാള് പോലും ക്ഷമ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഒരു അണു വിട ഒരു ചലനവും ഉണ്ടാക്കാൻ ഈ എന്ന് പറയുന്ന സംഘടനയ്ക്ക് കഴിഞ്ഞില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ KUWJ ആത്മവിമർശനം നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. യുടെ ഇരട്ടത്താപ്പവും KUWJ ഇടപാടുകളും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ അടക്കമുള്ള പല ഇടപാടുകളും പുറത്തു വന്നു. അതായത് മാധ്യമ പ്രവർത്തനത്തിന്റെ എത്തിക്സ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആ എത്തിക്സ് ഇല്ലാതായി പോയത് കൊണ്ട് ഒരു ഇല്ലാത്തൊരു കൂട്ടരായി മാധ്യമ പ്രവർത്തക സമൂഹം മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യ സമൂഹം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ആർക്കെങ്കിലും ഒക്കെ നമ്മളോട് ബഹുമാനവും സ്നേഹവും ഒക്കെ കാണും. പക്ഷെ ഇപ്പൊ അത്തരത്തിലുള്ള സ്നേഹവും ബഹുമാനവും ഒന്നുമില്ല. റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാധ്യമ പ്രവർത്തകർ മാറിയിരിക്കുന്നു. അതിന്റെ കൂടെ വന്നിട്ടുണ്ട് ആ ഓൺലൈൻ ചാനലുകളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മാത്രം പിടിച്ചുകൊണ്ട് വാർത്ത ചെയ്യുക, ചിലർക്ക് വേണ്ടി മാത്രം വാർത്ത ചെയ്യുക, ചിലരെ അങ്ങ് താറടിച്ചുകൊണ്ട് വാർത്ത ചെയ്യുക, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വാർത്ത ചെയ്യുക. ഇങ്ങനെ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞിറങ്ങുന്നവരെന്ന് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരോ ജേർണലിസം പഠിച്ചവരോ 90% 90 എന്ന് പറയാൻ പറ്റില്ല, 99% ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തനവുമായി പുലബന്ധം പോലും ഇല്ലാത്ത മറ്റു പണി ജീവിച്ച എല്ലാ യൂട്യൂബ് ചാനലിൽ നിന്നും ഇവരുടെ സമൂഹം. പിന്നെ നമ്മൾ നോക്കിയ എന്റർടൈൻമെന്റ് ചാനൽ, ഈ എന്റർടൈൻമെന്റ് ചാനലുകാരൊക്കെ ജനങ്ങളെ വെറുപ്പിച്ച് സിനിമാക്കാരുടെ ഇടയ്ക്കൊക്കെ കടന്നു കയറി അവിടെ ചെന്ന് എന്തും ചോദിച്ച് തെറിവിളിയും ഒക്കെ വാങ്ങി, അങ്ങനെ മൊത്തത്തിൽ മാധ്യമ പ്രവർത്തകർ എന്ന പേരിലാണ് ഇവർ പലപ്പോഴും അറിയപ്പെടുന്നത് പോലും. അത്തരത്തിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ എത്തിക്സ് ഇല്ലാതെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്രപ്രവർത്തനത്തിന്റെ എത്തിക്സോ അറിയാത്ത എല്ലാ യൂട്യൂബ് ചാനലിൽ തുടങ്ങി അതിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് പോവുകയാണ്. ജനങ്ങൾ ഇതിനെ എല്ലാം ഒറ്റ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. അപ്പോ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും അവരുടെ അവരുടെ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒരു വഴിക്ക്, അതിന്റെ കൂടെ ഈ ഓൺലൈൻ മാധ്യമങ്ങളും എന്റർടൈൻമെന്റ് ചാനലുകളും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരു വഴിക്ക്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സംഭവം ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പത്രപ്രവർത്തക യൂണിയന്റെ അപ്പൊ നമുക്കറിയാം കഴിഞ്ഞിടയ്ക്ക് പത്രപ്രവർത്തക യൂണിയൻ അടുപ്പിച്ച് 3 റിലീസ് ഈ അടുത്ത കാലത്ത് ഇറക്കിയിട്ടുണ്ട്. അതിന് ആദ്യം ഇറക്കിയ റിലീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം സുരേഷ് ഗോപിയെ പറ്റി 1-2 കാര്യങ്ങളൊക്കെ 1-2 വാർത്തകളൊക്കെ. ഏറ്റവും സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകരെ കേരളത്തിലെ പൊതുസമൂഹം വെറുത്തത് മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുമായുള്ള ഇഷ്യൂവിലാണ്. ആ ഇഷ്യൂവിൽ വളരെ കൃത്യമായി മാധ്യമ പ്രവർത്തക സംഘടനയും മാധ്യമങ്ങളും എല്ലാം ചേർന്ന് എന്നു മുതൽ ടാർഗറ്റ് ചെയ്ത് നീങ്ങുന്നത് കേരളത്തിലെ. അതിനുശേഷം നിരവധി വിവാദങ്ങൾ സുരേഷ്
ഗോപിയെ ചുറ്റിപ്പറ്റിയുണ്ടായി. അവസാനം സുരേഷ് ഗോപി വക്കീയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ കാണിക്കാമെന്ന് പറഞ്ഞത് അത് വലിയ ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തി KUWJ. എന്നിട്ട് സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞോ? സുരേഷ് ഗോപി അനങ്ങിയോ? ഇല്ല. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയ്ക്ക് പൊതുസമൂഹവും കേരളത്തിലെ രാഷ്ട്രീയക്കാരും നൽകുന്ന വില ഇനിയെങ്കിലും കേരളത്തിലെ KUWJ എന്ന് പറയുന്ന സംഘം, അതായത് അതിനു മുമ്പുണ്ടായ ഇഷ്യൂ, ഈ സുരേഷ് ഗോപിയെ മുമ്പുണ്ടായ ഇഷ്യൂ ആണ് വളരെ കൃത്യമായി തന്നെ CPM-കാരനായ കൃഷ്ണദാസ് പറഞ്ഞത്. കൃഷ്ണദാസ് പറയുമ്പോൾ അതിനെതിരെ സമരം നടത്തുമെന്ന് പറഞ്ഞ ശേഷം ആ ഒരു ദേശാഭിമാനിയിലെ ഒരു ജേർണലിസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോ തിരിഞ്ഞോടുകയും ഒന്നും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇവിടെയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തക സംഘടനയുടെ യശസ്സും അന്തസ്സും ഉയർത്തണമെങ്കിൽ ഇനിയെങ്കിലും വളരെ കൃത്യമായ നിലപാടുകളുമായി മുന്നോട്ട് പോകണം. മുട്ടിന് BJP-ക്കാരോ കോൺഗ്രസ്സുകാരോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കയറുകയും ചെയ്യുകയും CPM-നെയും പിണറായി വിജയനെയും പേടിച്ച് പഠിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ഏതെങ്കിലും ഒരു വാർത്ത കണക്കിന് CPM-ന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യും. ഇപ്പോ നമ്മൾ കണ്ടതാണ് കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവിടെ ഇപ്പൊ അടി വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്താണ് ചെയ്തത്? ഒരു റിലീസ്. എത്ര ആ റിലീസ് ഒന്ന് വായിച്ചു നോക്കണം. ആ റിലീസിന്റെ കയ്യിലുണ്ട്. ഞാൻ ആ റിലീസ് വായിച്ചു നോക്കി. നമുക്ക് എത്ര തലോടിക്കൊണ്ടാണ് CPM-നോടുള്ള ഓരോ പ്രസ്താവനയും. നേരെ മറിച്ച് ബാക്കിയുള്ളവരോട് കാണിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കേരളത്തിലെ പൊതുസമൂഹത്തിനെതിരെയാണ് KU കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ വില കളയുന്ന ഒരു സംഘടനയാണ് സത്യത്തിൽ KUWJ എന്ന് പറയുന്ന സംഘടന. അത്രയ്ക്ക് ഇപ്പോഴത്തെ KUWJ. അതായത് നമ്മൾ കണ്ടതാണ് കേന്ദ്രമന്ത്രിയെ ഒരു പരിപാടിയിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് കേന്ദ്രമന്ത്രിയായിരുന്ന V. മുരളീധരനെ ആ യോഗത്തിൽ വെച്ച് സ്ത്രീകളടക്കമുള്ളവർ തടയുകയാണ്. അദ്ദേഹം എന്താണ് ചെയ്തത് തെറ്റ്? അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. തിരുവനന്തപുരത്തെ പ്രസ് ക്ലബുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളിൽ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന് ഞാൻ അതായത് KUWJ-യുടെ അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളുടെ അല്ലെങ്കിൽ അവിടുത്തെ നിലപാടിനെതിരായി ശബ്ദിച്ചു എന്നതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയെ തടഞ്ഞത്. അപ്പോ KUWJ എന്ന് പറയുന്ന സംഘടനയിൽ ഏകപത്യമാണുള്ളത്. അവിടെ അഭിപ്രായം പറയുന്നവരോ ആർക്കെങ്കിലും എതിരെ പരാതി കൊടുക്കുന്നവരെയോ ഒക്കെ പുറത്താക്കി കളയുന്ന സംഘടനയാണ് KUWJ. അവരുടെ ഇഷ്ടത്തിന് ചലിക്കാത്ത, അവരുടെ ഇഷ്ടത്തിന് തുള്ളാത്തവരെയും പുറത്താക്കി കളയുന്ന സംഘടനയാണ് KUWJ. അങ്ങനെ ഒരു സംഘടനയ്ക്ക് യാതൊരു വിലയും സമൂഹത്തിൽ യാതൊരു പ്രസക്തിയുമില്ല എന്ന് ബോധ്യമായിരിക്കുന്നു. ആ ബോധ്യമാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേസുള്ളവർ വളരെ കൃത്യമായി അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് വളരെ വ്യക്തമായും നിങ്ങളോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ ഈ തരത്തിലുള്ള ഒരു തരത്തിലുള്ള, അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഇടത് വലതു മുന്നണിക്കും BJP-ക്കും മാധ്യമപ്രവർത്തകരെ പറ്റി ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. കേരളത്തിലെ ഇടതു മുന്നണിക്ക് വിടുപണി ചെയ്തിട്ടും എന്താണ് ഇടതു മുന്നണിയുടെ പോലും അഭിപ്രായം മാധ്യമപ്രവർത്തകത്തോടുള്ള അല്ലെങ്കിൽ KUWJ എന്ന് പറയുന്ന സംഘടനയോട് മാറാത്തത്? അതിന് കാരണം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ, സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകർ, ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകരെ ഞങ്ങളുടെ എത്തിക്സ് പുലർത്തുന്ന എത്ര പേരുണ്ട് എന്ന് സംശയമുണ്ട്. അതിൽ തന്നെ സ്വന്തം ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ എന്തൊക്കെ പറഞ്ഞാലും പഴയ തലമുറ, നമ്മൾക്കൊക്കെ മുന്നേ ഉള്ള ഒരു തലമുറയിൽ വളരെ എത്തിക്സ് ഉള്ള വളരെ നല്ല ആൾക്കാർ പത്രപ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ KUWJ എന്ന് പറയുന്ന സംഘം അന്ന് രാഷ്ട്രീയമില്ലായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. എന്നാൽ പിന്നീട് ഇത് ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ കയ്യിലേക്ക് വന്നു. ഇടതുപക്ഷ രാഷ്ട്രീയം മാത്രമായി ചുരുങ്ങി. അപ്പോഴും എന്തെങ്കിലും വാർത്തകൾ ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ അത് ഇടതുപക്ഷവും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഏതായാലും ഒരു ആവുകയാണ് കേരളത്തിലെ മാധ്യമ സംഘടനകൾക്ക് യാതൊരു സംഘടനയ്ക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാതായിരിക്കുന്നു. പുല്ല് വിലയാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം KUWJ-ക്ക് നൽകുന്നത്. ഇനിയെങ്കിലും മാധ്യമപ്രവർത്തകർ ഇനി റിലീസ് ഇറക്കരുത്. ദയവ് ഇത് റിലീസ് ഇറക്കിയാൽ കൂടുതൽ അപഹാസ്യരാകുകയുള്ളൂ. അതുകൊണ്ട് ഈ റിലീസിൽ കളയുന്ന ആ ഒരു ലെറ്റർ പാഡ് അവിടെ വെച്ചിരുന്നാൽ ലെറ്റർ പാടെങ്കിലും മിച്ചം കാണും. അല്ലാതെ ഒരു ഗുണവും KUWJ-ക്കോ കേരളത്തിലെ ഉണ്ടാകില്ല. നാണക്കേട് മാത്രമായിരിക്കും മിച്ചം എന്നാണ് എനിക്ക് KUWJ പറയാനുള്ളത്.